ഞങ്ങളൊക്കെ തുടക്കം തൊട്ട് തന്നെ പറയുന്ന കാര്യമാണ്. പോറ്റിയെ പോറ്റി വളർത്തത് കടകംപള്ളി സുരേന്ദ്രനും AKG സെന്ററിലെ കാരണഭൂതന്മാരുമാണ് എന്നുള്ളത് വളരെ കൃത്യമായി നേരത്തെ സൂചിപ്പിച്ചതാണ്. പക്ഷേ SITയെ സംബന്ധിച്ചിടത്തോളം അവർ കടലിനും ചെകുത്താനും ഇടയിൽ പെട്ടുപോയത് കൊണ്ട് അവരുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മുൻ മന്ത്രിയെ സംരക്ഷിക്കുന്ന നയം എടുത്തുകൊണ്ടു പോവുകയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം കൂടി വന്നതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു അന്താരാഷ്ട്ര കോക്കസ് തന്നെയാണ്. വെറും ഒരു കീഴ്ശാന്തിക്കാരൻ മാത്രമായി ശബരിമലയിൽ വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ വളരെ പ്രബലനായിട്ടുള്ള ഒരു സ്പോൺസറായി മാറണമെന്നുണ്ട് എങ്കിൽ അതിന്റെ പിന്നില് വൻ ശക്തികളുണ്ട്. അത് കേരളത്തിലെ ഇടതുമുന്നണിയുടെ കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് ലോബിയുമായി ബന്ധമുള്ള സോണിയ കുടുംബത്തിന് വരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അറിവുണ്ട്. അതുകൊണ്ട് ഇത് AKG സെന്റർ തൊട്ട് AICC ആസ്ഥാനം വരെ ഈ കേസിന്റെ അന്വേഷണം നീളണം. എന്നാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിനെ പോറ്റി വളർത്തിയ കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം പോകണം. AKG സെന്ററിലെ കാരണഭൂതന്മാരിലേക്ക് പോകണം. 10-ാം നമ്പർ ജൻപതിലെ AICC ഓഫീസിലേക്ക് ഇതിന്റെ അന്വേഷണം ചെല്ലണം. അവിടുന്ന് ഇത് ഇറ്റലി വഴി കടന്നു പോകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. ആ ഒരു റൂട്ട്, ഒരു അന്താരാഷ്ട്ര റൂട്ട് ഇതിന്റെ പിറകിലുണ്ട്. ആ റൂട്ടിൽ കൂടി കൃത്യമായി സഞ്ചരിക്കാൻ കേരളത്തിലെ SITക്ക് സാധിക്കില്ല. അത് CBIക്കോ ചിലപ്പോൾ ഇന്റർപോളിന് പോലും ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇതിന്റെ ശൃംഖലകൾ വളരുന്നത് എന്നാണ് നമുക്ക് ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ അനിൽ വിളയിൽ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. വളരെ നിർണായകമായ നിരീക്ഷണമാണ് താങ്കൾ ഈ ഘട്ടത്തിൽ ജനം TV യോട് നടത്തിയിരിക്കുന്നത്.